വെൽക്കം ടു ഡേ 3 ഇൻ ലണ്ടൻ. സോ ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് മെയിൻ ആയിട്ടുള്ള കുറേ സ്ഥലങ്ങളാണ്. ലൈക്ക് ലണ്ടൻ ബ്രിഡ്ജ്, ലണ്ടൻ ഐ, അങ്ങനത്തെ കുറേ അധികം ഐറ്റിനറിയാണ് നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്തേക്കുന്നത്. സോ ഐ ആം വെരി എക്സൈറ്റഡ്. നമ്മൾ ഊബറിനാണ് പോകുന്നത്. അതുപോലെ തന്നെ ദ തിങ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്നാണ് എല്ലാ ഔട്ട്ഡോറും പോകുന്നത്. പക്ഷേ ഇന്ന് നല്ല മഴയാണ്. സോ അറിയത്തില്ല എങ്ങനെയാകും എന്നുള്ളത്. ബട്ട് വെരി എക്സൈറ്റഡ് ആണ്. മമ്മി ഇതുണ്ട്. മമ്മി ഒരു പൂക്കി ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് വന്നേക്കുന്നത്. ദേന സലീഷ് ഇവിടെ ഉണ്ട്, പപ്പ ഇവിടെ ഉണ്ട്, എല്ലാവരും ഫോണിലും വീഡിയോസിലൊക്കെയാണ് കേട്ടോ. സോ അപ്പോൾ ഇന്നത്തെ ദിവസം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഡേ 3 ഈ വ്ളോഗ് കേട്ടോ. ഞാൻ ദേ ബാക്കിൽ ബോയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ, സോ ലെറ്റ്സ് ഗോ. ഹായ്. അങ്ങനെ നമ്മൾ എത്തിയിട്ടോ, ബക്കിംഗ്ഹാം പാലസ് എത്തിയിട്ടുണ്ട്. മഴ അത്യാവശ്യം നമുക്ക് വേണ്ടി മാത്രം മാറി നിൽക്കുന്ന പോലെ ഉണ്ട്, കാരണം ഇപ്പം മഴയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കറക്റ്റ് ഓൺ ടൈമാണ് നമ്മൾ. സോ നമുക്ക് എന്തായാലും എങ്ങനെയുണ്ടാവും ദ ചേഞ്ച് ഓഫ് ദി ഗാർഡ്, അതെങ്ങനെ ഉണ്ടാവും നോക്കാം. ഇതെല്ലാം കണ്ട മ്യൂസിയം ഭയങ്കര വലുതായിട്ടുണ്ട്. അപ്പൊ ഇന്ന് കാണുന്ന പാലസ് എങ്ങനെയായിരിക്കും എന്നാണ് മനസ്സിലല്ലേ? മനസ്സിൽ ഇന്നലെ തന്നെ നമ്മൾ വിചാരിക്കാത്ത ഒരു കൊട്ടാരം പോലത്തെ ഒരു ഇതായിരുന്നു കണ്ടത്. ഇന്നിനി നോക്കാം, ഇന്നലത്തേലും ഗ്രാൻഡ് ആവുമെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ ബക്കിംഗ്ഹാം പാലസിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ആ ചേഞ്ച് ഓഫ് ദ ഗാർഡ് അതൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്താണെന്ന് കറക്റ്റായിട്ട് അറിയത്തില്ല കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു. നമ്മൾ കുറച്ച് ഫോട്ടോസ് കിട്ടും നോക്കാം. ഇപ്പോൾ അത്യാവശ്യം മഴയുണ്ട് കേട്ടോ. അതുപോലെ തന്നെ മഴയും വെയിലുമായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ?
പയ്യെ ബക്കിംഗ്ഹാം പാലസിൽ നിന്ന് ഇറങ്ങുവാണ് കേട്ടോ. കാരണം നമ്മുടെ ടൈം ആയിട്ടുണ്ട്. ഇനി നമുക്ക് പോകണമെങ്കിൽ തന്നെ ഇനി നമുക്ക് അടുത്ത് നമ്മൾ പോകുന്നത് ബോറോ മാർക്കറ്റിലേക്കാണ്. നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മളിനി ബോറോ മാർക്കറ്റിലോട്ടാണ് പോകുന്നത്. ഇവിടെ നിന്ന് ഊബർ എന്തായാലും വിളിക്കണം. അപ്പോൾ 30 മിനിറ്റേ ഉള്ളൂ നടക്കാൻ. എന്നാലും പക്ഷെ നമുക്ക് ടൈം എത്തത്തില്ല. അതുകൊണ്ട് നമുക്ക് എന്തായാലും ബോറോ മാർക്കറ്റിലേക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാം. We are still kids, but we're so in love, fighting against all odds. I know we'll be alright this time. Darling, just hold my. അങ്ങനെ നമ്മൾ ബോറോ മാർക്കറ്റ് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാം. എക്സൈറ്റഡ്? ഞാൻ എക്സൈറ്റഡ് ആണ്. കാരണം നമുക്ക് നല്ല വിശപ്പുണ്ട്. വാട്ടാ ഇതെന്തത്? മസാല അല്ലേ? Then a voice just ഗൈസ്. അപ്പം നമ്മൾ തരാം ഫുഡ് കഴിക്കണം. ആദ്യം തന്നെ സ്ട്രോബെറിയും ചോക്ലേറ്റ് ആണ് കേട്ടോ കഴിക്കുന്നത്. ഇതിനായിരുന്നു ഞാൻ ഇങ്ങോട്ട് വന്നത്, തോടി വന്നത്. ഐ തിങ്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ജസ്റ്റ് ലൈക്ക് നോർമൽ, പക്ഷെ നല്ല സ്ട്രോബെറി. നമ്മൾ ട്രൈ ചെയ്യുന്നത് സ്ട്രോബെറി ലെമണേഡ് ആണോ. സ്ട്രോബെറി കടയിൽ തന്നെയാണ് കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. വലിയ ടേസ്റ്റ് ഇല്ല, കുഴപ്പമില്ല. അടുത്ത് നമ്മൾ കഴിക്കുന്നത് ടാക്കോസ് ആണ് കേട്ടോ. ചിക്കൻ ടാക്കോസ് ആണ്. എന്താ 4 ഓർഡർ ചെയ്തത്. എന്നുവെച്ചാൽ 4 ഇതുപോലത്തത്. ടേസ്റ്റ് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഇതൊരു നാരങ്ങ എടുത്ത് കളയാണ്. ഭയങ്കര പുളിയുണ്ട്. ഓക്കെ എന്നേ പറയാൻ പറ്റുള്ളൂ കേട്ടോ. ഇതിനായത് 4 എണ്ണത്തിന് 16 പൗണ്ട്സ് ആണ് കേട്ടോ. നമ്മൾ കഴിക്കാൻ പോണത് ഈ ഒരു ബ്രൗണിയാണ് കേട്ടോ. ഈ ഒരു ബ്രൗണിയാണ് നമ്മൾ അടുത്ത കഴിക്കാൻ പോകുന്നത്. എങ്ങനെയാണെന്ന് അറിയില്ല, ടേസ്റ്റ് നോക്കാം. ഇറ്റ്സ് ഗുഡ്. അതുപോലെ തന്നെ അത്ര ഗംഭീരം എന്ന് പറയാൻ ഈ ഒരു ബേക്കറി നമുക്ക് കുറച്ച് ഇതിനെന്താ പറയാ, കുറച്ച് പപ്സ് പോലത്തേക്ക് കുറച്ച് സാധനങ്ങൾ. പപ്സ് പേസ്ട്രി ഇല്ലേ,
അതുപോലത്തെ കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട് നോക്കാം. കുഴപ്പമില്ലാത്ത ടേസ്റ്റ് കേട്ടോ. അടുത്ത് ഇത് ട്രൈ ചെയ്യാം. ഇത് കുറച്ച് നല്ല കേട്ടോ. അടുത്തത് ഇത് ട്രൈ ചെയ്യാം. അപ്പം മഴയൊക്കെ മാറി, മഴയൊക്കെ കൂടി എന്നിട്ട് നമ്മൾ ബോറ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി. ഭയങ്കര തിരക്കാണ് ബോറ മാർക്കറ്റിൽ. അതുപോലെ തന്നെ ഒന്നും മനസ്സിലാവണമില്ല. പിന്നെ ആണെങ്കിൽ കഴിച്ചാണെങ്കിൽ മമ്മിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. കഴിച്ചതൊന്നും ഒരു ടേസ്റ്റ് ഉണ്ടായില്ല. ഭയങ്കര എക്സ്പെൻസീവ് ആണ്, പക്ഷെ ഒരു ടേസ്റ്റ് ഇല്ല. നമുക്ക് കഴിക്കാം. അപ്പൊ അതായിരുന്നു മമ്മിക്ക്. അപ്പൊ മമ്മി പറഞ്ഞു വേറെ പുറത്തുനിന്ന് എവിടെയെങ്കിലും കഴിക്കാന്ന് പറഞ്ഞു. അപ്പൊ നമ്മളിപ്പോ തൊട്ടടുത്ത് തന്നെ പപ്പൈസിൽ വന്നേക്കുവാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് നമുക്ക് 2:45 റിവർ ക്രൂസ് പറഞ്ഞേക്കുന്നത്. മിക്കവാറും നമ്മൾ മഴയത്തായിരിക്കുള്ളൂ റിവർ ക്രൂസ് ഒക്കെ നടത്തണമെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ. സ്ട്രോബെറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്കത് ഒരു പ്രാവശ്യം കൂടി കഴിക്കണം എന്നുണ്ട്. നമുക്ക് നോക്കാം. ടൈം ഉണ്ടെങ്കിൽ അവിടെ തിരിച്ചു പോയിട്ട് സ്ട്രോബെറി മേടിച്ചിട്ട് പോവാന്ന് വിചാരിക്കണം. പക്ഷെ സമയമില്ലെങ്കിൽ നമ്മ വേഗം പോകും. ഗൈസ്, പെട്ടെന്നൊരു പ്ലാൻ ചേഞ്ച് വന്നു. കാരണം നമുക്ക് 2:45 റിവർ ക്രൂസ് ബുക്ക് ചെയ്തത് കൊണ്ട് തന്നെ നമുക്ക് പോപ്പൈസിൽ ഇരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റില്ല എന്നുള്ളൊരു ഒരു സത്യം ഞങ്ങൾ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വേഗം അവിടെ നിന്ന് ഊബർ എടുത്തു കേട്ടോ. നമ്മൾ ചിക്കനെല്ലാം പാക്ക് ചെയ്ത് ബാഗിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോണ വഴിയെന്ന് വെച്ചാൽ എന്തായാലും റിവർ ക്രൂസിങ്ങിന് ഇരുന്നുള്ള ഒരു യാത്രയാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ആ സമയത്ത് കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഫ്രൈഡ് ചിക്കനാണ്, വേറെ കാര്യമായിട്ടൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്ലാൻ ചേഞ്ച് വന്നു. അപ്പോൾ നിങ്ങൾ വരുമ്പോഴത്തേനും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി ശ്രദ്ധിക്കുക കേട്ടോ. കാരണം ഞാനിപ്പോൾ റീഷെഡ്യൂൾ ചെയ്യാൻ നോക്കിയിട്ട് പറ്റും, പക്ഷെ എന്നാലും ലാസ്റ്റ് ട്രിപ്പ് എനിക്ക് തോന്നുന്നു അത്ര സമയത്തിനാണെന്ന് തോന്നുന്നുണ്ട്. സോ അപ്പോൾ നിങ്ങൾ വരുമ്പോഴത്തേനും ഇച്ചിരി കൂടി പ്ലാൻഡ് ആയിട്ട് വരുവാണെങ്കിൽ നല്ലതായിരിക്കും. ഇവരുടെ ട്രിപ്പിൻ്റെ കോർഡിനേറ്റർ ഞാനായിരുന്നു. അതുകൊണ്ട് കുറച്ച് എവിടേക്കോ ലേശം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു മിസ്സിങ് ഉണ്ട്. പക്ഷെ എന്നാലും സാരില്ല, നമ്മൾ ആദ്യമായിട്ടാണല്ലോ വരുന്നത്. അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. കാരണം നമ്മൾ ശരിക്കും കവർ ചെയ്യേണ്ട സ്ഥലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെയിം ഡയറക്ഷനിൽ പോകേണ്ട സ്ഥലം കവർ ചെയ്യാതെ നമ്മളൊന്ന് ചുറ്റി പിറ്റേ ദിവസം വന്ന് നമ്മൾ മറ്റേ സ്ഥലത്ത് പോകുന്നു. അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ വരുമ്പോഴത്തേനും, പക്ഷേ ഞങ്ങൾ വരണതിന് മുന്നേ ഒരുപാട് പ്ലാൻ ചെയ്യാൻ നോക്കിയെങ്കിൽ പോലും ഞങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ലണ്ടനിൽ ഒക്കെ നിൽക്കുന്ന ഒരാളുടെ അടുത്തോ ആരുടെങ്കിലൊക്കെ ഒന്ന് ചോദിച്ച് അവർക്കപ്പോൾ ഒരു എക്സാക്റ്റ് ഐഡിയ ഉണ്ടാകും എവിടെയൊക്കെയാണ്, ഏതൊക്കെ ലൊക്കേഷനിലാണ് ഈ സംഭവങ്ങളൊക്കെ എന്നുള്ളത്. അപ്പോൾ അവരായിട്ട് തന്നെ ഒരു ഇറ്റിനറി പറഞ്ഞു തരും. എന്തായാലും ഇന്ന ദിവസം ഇന്നത് പോവാതായിരിക്കും നല്ലത് എന്നൊക്കെ പറഞ്ഞു തരും. അതുപോലെ തന്നെ നിങ്ങൾ വെതറും കൂടി ഫോർകാസ്റ്റ് എടുത്ത് നോക്കിയിട്ട് അതും കൂടി നോക്കിയിട്ട് വേണം നിങ്ങൾ ലണ്ടൻ. പിന്നെ അതുപോലെ തന്നെ നല്ല ട്രാഫിക്കുമാണ് കേട്ടോ. അപ്പം നിങ്ങൾ വിചാരിക്കും ഇപ്പം ഞങ്ങൾ പോണ സ്ഥലത്തേക്ക് 12 മിനിറ്റ് ഉള്ളൂ കാറിന്. പക്ഷെ ഞങ്ങളിപ്പം 2 മണിക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്തു. കാരണം 2 മണിക്ക് ചിലപ്പം അവിടെ എത്തണത് ഇപ്പോൾ കാണിക്കുന്നത് 2:30 അധികം ദൂരമില്ല, പക്ഷെ ഫുൾ ട്രാഫിക്കാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങളുടെ ട്രിപ്പ് ഇത്തിരി ഒന്ന് സ്ലോ ആയി തുടങ്ങിയത്. പിന്നെ അതുപോലെ തന്നെ അവർക്ക് കാണേണ്ട സ്ഥലങ്ങളൊന്നും കാണാൻ പറ്റാത്തതിൻ്റെയും കാര്യം അതാണ് കേട്ടോ. വേറൊരു കാര്യം പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കൈ ഗാർഡൻ നിങ്ങൾ കാണാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ടിക്കറ്റ് 1 മന്തൊക്കെ മുന്നേ ബുക്ക് ചെയ്യേണ്ടി വരും എന്ന് തോന്നുന്നു. കാരണം ഞങ്ങളിപ്പോൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ടിക്കറ്റേ ബുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അടുത്ത നെക്സ്റ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ കാണിക്കുന്നത് 26 ഫെബ്രുവരി ആണ്. ഇന്ന് 6th ആണ് കേട്ടോ ഫെബ്രുവരി. അപ്പോൾ 20 ദിവസം കഴിഞ്ഞിട്ടാണ് അവരുടെ ടിക്കറ്റ് ഓപ്പൺ ആയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്കത് പറ്റത്തില്ല. അതുകൊണ്ട് സ്കൈ ഗാർഡൻ പറ്റത്തില്ല. ഗാർഡൻ 120 നമുക്കാണെങ്കിൽ സമയമില്ല. കാരണം 5 മണിക്കാണ് ഗാർഡൻ 120 അടയ്ക്കാം. അപ്പോൾ ഗാർഡൻ ആച്ച് 120 അത് അടയ്ക്കാൻ 5 മണിക്കാന്ന് തോന്നുന്നു. സോ നമ്മൾ ആ സമയത്ത് അവിടെ റീച്ച് ആവത്തുമില്ല. ഈ 4-5 ദിവസവും നമ്മൾ അങ്ങനെ തന്നെയായിരുന്നു. നമ്മൾ ആ സമയത്ത് അവിടെ റീച്ച് ആവില്ലായിരുന്നു. സോ നിങ്ങളത് പ്ലാൻ ചെയ്യുമ്പോഴത്തേനും അതൊക്കെ കൂടി നോക്കിയിട്ട് ലണ്ടനിൽ ആരെങ്കിലും പരിചയമുള്ളവരുടെ അടുത്ത് സംസാരിച്ച് ഒക്കെ പ്ലാൻ ചെയ്യാം കേട്ടോ. സോ ഇതൊരു ടിപ്പായിട്ട് കണക്ക് കൂട്ടാം.
അപ്പോൾ ലെറ്റ്സ് ഗോ ടു റിവർ ഐ ക്രൂസ്. നോ, ലണ്ടൻ ഐ റിവർ ക്രൂസിലോട്ട് നമുക്ക് പോവാം. സോ ലെറ്റ് മീ ഷോ യു വൺ തിങ്, യു നോ. ഓ മൈ ഗോഡ്, നമ്മളെ ലണ്ടനായിട്ട് തൊട്ടടുത്താണ് കേട്ടോ. ഇത് ഇത്രയും ഹ്യൂജ് ആണെന്നുള്ളത് കാര്യം എനിക്ക് ഇപ്പോഴാണ് അറിയാവുന്നത് കേട്ടോ. അയ്യോ, ഐ ആം സോ എക്സൈറ്റഡ്. ഓക്കെ, ഗൈസ് നോക്കൂ നോക്കൂ. ഓ മൈ ഗോഡ്, ഇത് ഇത്ര ബിഗ് ആണെന്നുള്ളത് എനിക്കറിയായിരുന്നു. പക്ഷെ എന്നാലും ഇത് ഭയങ്കര വലുതാണ് ഗൈസ്. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓ മൈ ഗോഡ്, നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇപ്പം ഇവിടെ മഴയില്ല. പക്ഷേ ഞങ്ങൾക്ക് ഹോപ്പ്ഫുള്ളി ഞങ്ങൾ ക്രൂസിൽ കയറുമ്പോൾ മഴ ഉണ്ടാവരുത് എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. കാരണം അല്ലെങ്കിൽ അത് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. ഓ മൈ ഗോഡ്, ഞങ്ങളിപ്പം നടന്നു പോകുന്നത് ലണ്ടൻ ഐയുടെ ആ ഒരു എന്തായാലും പറയാ ഒരു ഇതിൽ കൂടെയാണ്. കാണിച്ചാട്ടോ. ഗൈസ്, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഞാൻ കുറച്ച് ഓവർ എക്സൈറ്റഡ് ആണെന്ന്? പക്ഷെ അങ്ങനെ വിചാരിക്കരുത്, കാരണം ഞാൻ അത്ര എക്സൈറ്റഡ് ആണ്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ സ്കാനൊക്കെ ചെയ്തു കേട്ടോ. നമ്മൾ ടിക്കറ്റൊക്കെ സ്കാൻ ചെയ്ത് നമ്മളിത് ഇപ്പോൾ ക്യൂവിൽ നിൽക്കുകയാണ്. നമ്മൾ ബോർഡ് ചെയ്യാൻ പോവാണ് കേട്ടോ. നമ്മൾ ബോർഡ് ചെയ്യാൻ പോകണം കേട്ടോ. എക്സൈറ്റഡ് ആണോ? ഭയങ്കര ഇനോ നമുക്ക് ലാസ്റ്റ് ആയിരിക്കും സീറ്റ് സെലക്ട് ചെയ്യാൻ പറ്റുക കേട്ടോ. നമ്മൾ ലാസ്റ്റ് ആയിട്ട് മുകളിലിരിക്കട്ടെ, പക്ഷേ ഫ്രണ്ടിലൊന്നും ഇരിക്കാൻ പറ്റില്ല. ഗൈസ്, അങ്ങനെ നമ്മളിത് ക്രൂസിൽ കയറിയിരുന്നു കേട്ടോ. നോക്കി എല്ലാവരും നിരന്നിരന്ന് ഇരിപ്പുണ്ട്. നല്ല വെയിലുണ്ട്. പക്ഷെ എൻ്റെ കയ്യിലൊരു സാധനം ഉണ്ട് ഗൈസ്. ഞാൻ മാത്രം എടുത്തിട്ടുള്ള സാധനം. ഗൈസ്, എൻ്റെ കയ്യിൽ കൂളിംഗ് ഗ്ലാസ് ഉണ്ട്. ഞങ്ങളിത് എന്താണ് പറയാനുള്ളത്? വളരെയധികം സന്തോഷമുണ്ട്. രാവിലെ ഇറങ്ങിയിട്ട് ഇപ്പൊ ഇത് കണ്ടപ്പോ ഭയങ്കര ഒരു എന്താ പറഞ്ഞ ഒരു എനർജി വന്ന പോലെ എനിക്കത് ആക്ച്വലി പറയുന്നത് കുറച്ചധികം നമ്മുടെ എല്ലാ ലണ്ടൻ ബ്രിഡ്ജും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും എന്നാണ് കേട്ടോ കാണിക്കുന്നത്. നമ്മുടെ നേരെ ഫ്രണ്ടിൽ തന്നെ ഇപ്പൊ കാണാൻ പറ്റുന്നത് നമ്മുടെ ബിഗ് ബെൻ ആണ് കേട്ടോ കാണുന്നത്. നോക്കി, നല്ല രസമുണ്ട് കാണാൻ വേണ്ടിട്ട്. ഞാൻ കാണിച്ചിട്ടോ. സന്തോഷം കണ്ടാണ്. കാരണം ഒരുപാട് നാളായിട്ട് മാനിഫെസ്റ്റ് ചെയ്ത ഒരു സമയമാണിത്. അതുപോലെ തന്നെ മാനിഫെസ്റ്റ് ചെയ്തൊരു സ്ഥലമാണ്. അതുപോലെ തന്നെ ഇത് മമ്മിയുടെയും അപ്പനെയും കൊണ്ടുവരാൻ പറ്റിയതിലും എല്ലാത്തിനും സോ ഹാപ്പി. സീരിയസ്ലി ഇവിടെ ഒരാളെ കരയുമ്പോ അവിടെ നോക്കിയാ കണ്ട ഞങ്ങള് ഫുഡ് കഴിച്ചോണ്ടിരിക്കുകയാണ്. എന്റെ മക്കളുടെ സന്തോഷമാണ് എന്റെ സന്തോഷമാണ്. മോള് കരയാ, പപ്പ മമ്മ ഫുഡ് അടി, ചക്കര കരച്ചല്ലേ. Your London Eye River Cruise. Yeah. River Cruise. River Cruise. Oh, I love those glasses, so those are sick. I like them. I'm a big fan. Photos you want to take. If you need me at any stage throughout the journey, I'll either just be stood behind you at the back there, or I might be in the back downstairs if it rains because the microphone's not water. Got any particular questions? Otherwise, if you don't need me, just feel free to sit back, relax, and enjoy the soothing sounds of my voice.
But as we've reached the end of our first building, we're going to start turning around now, giving you another great view of it here on your left-hand side. But I'm sure you've all worked out what the building I'm referring to is. Of course, it is the new Palace of Westminster, or as it's otherwise known, the Houses of Parliament. Now, this building is, of course, the home of the British government, and it has been since the reign of King Henry VIII. Up until that point, it actually used to belong to the kings and queens themselves, but, well, you see, Henry, he absolutely hated that building. Established the first ever medieval government on those grounds, and the building still remains the home of the government to this very day. But of course, I think we can probably all agree the most iconic thing about the building is the clock tower over there at the far side. Now, obviously, I don't have to tell you what that is. You all know that clock. You love that clock. On my count of 3, I want to hear you guys shout out its name for me. Are we ready, guys? Let's get it. On my count of 3. 1, 2, 3. Big Ben. Big Ben. Thank you, guys. But sadly, no, that's actually wrong. Elizabeth Tower is the answer we were looking for. But I'm being very harsh there, because Big Ben does exist, and we do all refer to it as Big Ben. But technically speaking, Big Ben is actually the bell inside the tower. So whenever you hear that thing chiming away, you can hear Big Ben, you're definitely listening to it. But yeah, from the outside, it is actually just the Elizabeth Tower. And interesting fact, the clock. Okay, there you go, I've got one person, but I'll take that. Made that just for the previous group 20 minutes of this, it's going to be good fun. Sure you know what the answer's going to be before you head up there. Otherwise, I could be the twisted and make you stop. The icing on your cake, the cherry on the top. It's heaven in my heart, and we could find some space. I could be the word to your missing piece, the extra sentimental kind of chemistry. Some people make it hard, to me that isn't the case. 'Cause I make it so easy to fall in love. So come give me a call and fall into love. I'm the perfect mixer, Saturday night and the rest of your life in it. One with a heart would agree. It's so easy falling in love with me. The way I do my hair, the way I make you laugh, the way we like to share a walk in Central Park. I could be fresh air, might be the girl of your dreams. There's no need to hide if you're into me, 'cause I'm into you quite intimately. And maybe one night could turn into 3. Well, I'm down to see it. നമ്മുടെ ക്രൂസ് കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്തത് ലണ്ടൻ ആയിട്ടാണ് കയറാൻ പോകുന്നത്. അരമണിക്കൂറുണ്ട് നമുക്ക് ലണ്ടൻ ആയിലേക്ക്. സോ ലെറ്റ്സ് സീ. എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ ക്രൂസ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഒരു എക്സൈറ്റിംഗ് ഫാക്ടേഴ്സൊക്കെ ഉണ്ടായിരുന്നു. കാരണം കുറേ ടവർ ബ്രിഡ്ജൊക്കെ നമുക്ക് ആ റിവറിൽ കൂടെയൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. സോ നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ലെറ്റ്സ് ഗോ ടു ലണ്ടൻ ആയി. അങ്ങനെ നമ്മൾ ലണ്ടനായി കയറാൻ പോവുകയാണ് കേട്ടോ. സോ എല്ലാം സെറ്റായി. ഇപ്പം മഴ പെയ്യുന്നുണ്ട്, പക്ഷെ ലണ്ടനായി കയറുമ്പോൾ നമുക്ക് മഴ കുഴപ്പമില്ല. കാരണം നമ്മൾ ഫുൾ കവേർഡാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. സോ നമ്മൾ ലണ്ടനായി കയറാൻ പോണേണ് കേട്ടോ. സോ I'll show you. കേറി 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 കേറി. ഇരുന്നോട്ടാ, കിട്ടുന്നോടത്തൊക്കെ കയറി ഇരുന്നോ. മൂവ് ചെയ്യുന്നുണ്ട്, പക്ഷെ വളരെ ചെറുതായിട്ടാണ് മൂവ് ചെയ്യുന്നത്. ഞാൻ നല്ല എക്സൈറ്റഡ് ആണ്. Hello and welcome to the London Eye. Are you ready to be part of London's skyline? Yes. Enjoying the amazing views, the ride might stop briefly at times just to help other guests get on. This is totally normal. Yeah. സോ നമ്മൾ അതിൻ്റെ ഉള്ളിലാണ്. നല്ല എക്സൈറ്റഡ് ആണ്. നമ്മളൊരു കുറച്ച് നേരം കൂടി ഉണ്ട്. നേരം മൊത്തം അവിടെ ഇരിപ്പുണ്ട്.
മമ്മി ഇത് ഇതിനകത്ത് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഇങ്ങനത്തെ ഒരു വിഷയം എന്റെ ജീവിതത്തില് ഒരിക്കലും കിട്ടാത്തൊരു ഭാഗ്യം എനിക്ക് ദൈവം. പക്ഷെ ഞാൻ ഇത് ഇങ്ങനെ ലണ്ടനിൽ വരുന്ന ഇങ്ങനെയുള്ളത് കാണുന്നതാണ് ഇങ്ങനെ ലണ്ടനിൽ വരുന്ന ഇങ്ങനെയുള്ളതൊക്കെ കാണാൻ പറ്റുമെന്ന് എനിക്ക് ഒട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. പക്ഷെ വന്നപ്പോഴും ഞാൻ ഇതുപോലെ ഒരു വിഷയം എന്റെ മനസ്സിൽ പോലെ ഞാൻ വിചാരിച്ചിട്ടില്ല. പക്ഷെ ഇതിനകത്ത് കയറിയാല് ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. നല്ല രസമുണ്ട് കാണാൻ പറ്റും. ഇതിനകത്ത് നോക്കുമ്പോൾ പക്ഷെ ഇത് ശരിക്കും പറഞ്ഞാൽ പോകുമ്പോൾ പേടിയാവുന്ന വിചാരിച്ചത്. പക്ഷെ ഇത് അനങ്ങിക്കൊണ്ട് മൂവ് ചെയ്യണത് നമ്മൾ അറിയുന്നില്ല. ചെറിയൊരു ഇതുള്ളു. പക്ഷെ ഇത് ഇങ്ങനെ കറങ്ങി വരുന്നുണ്ട്. താഴെ നോക്കിയപ്പോ ഇതിലേക്ക് കയറിയ തലകറങ്ങുന്ന വിചാരിച്ചില്ല. എനിക്കൊട്ട് ഇതിനകത്ത് കയറാൻ പറ്റുന്ന വിചാരിച്ചില്ല. പക്ഷെ ഇത് മൂവ് ചെയ്യണത് നമ്മൾ അറിയുന്നില്ല. നല്ല ഒരു എന്തായാലും ലണ്ടനിൽ വന്നാൽ ഇതിനകത്ത് എന്തായാലും കയറണം. ഇപ്പൊ ഇത് പറയാൻ പറ്റുന്നില്ല. ഇത്ര ഭംഗി. ഇതിനകത്തുനിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ ഏത് സൈഡിലേക്ക് നോക്കിയാലും നല്ല ഭംഗിയായിട്ടില്ല. അത് ശരിയായിട്ട് അമ്മ പറയണം. ഞങ്ങളത് അറിയുന്നില്ല. നല്ല രസമാണ്. പക്ഷെ എനിക്ക് കുറച്ച് ഹൈറ്റിലോട്ട് എത്തിയപ്പോ കുറച്ച് പേടിയാവും. നമ്മളിപ്പോ ശരിക്കും ടോപ്പിലെത്തും. അടുത്തിരുന്നതിൽ നമ്മൾ ടോപ്പിലെത്തും കേട്ടോ. നമ്മൾ ഏറ്റവും മുകളിലെത്തിട്ടോ. എന്താ പറയാനുള്ളേ? എനിക്ക് ആകെ ഒരു വിഷമം അറിയോ, മഴ പെയ്തിട്ട് വെള്ളത്തുള്ളിലുള്ളതുകൊണ്ട് എനിക്ക് വീട് പറഞ്ഞിട്ടുണ്ട്. ശരി, അല്ലെങ്കിൽ കണ്ട നമ്മുടെ അടുത്ത ഇത് വന്നിട്ടോ. നമ്മളിപ്പോ ഏറ്റവും ടോപ്പിലാണ്. അയ്യോ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിട്ട്. ഞങ്ങൾ ഏറ്റവും അപ്പൊ നമ്മൾ ഏകദേശം നിലത്തെത്താറായിട്ടുണ്ട് കേട്ടോ. നോക്കി ബിഗ് ബെൻ ആണ് കേട്ടോ. ഇത് ഏകദേശം നമ്മൾ നിലത്തെത്താറായി. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ എന്തായാലും ഇവിടെ ഉള്ളവർ മസ്റ്റായിട്ട് കയറണം കേട്ടോ. നല്ല രസമാണ്. ക്രൂസും അതെ നന്നായിട്ടുണ്ടായിരുന്നു. എന്തായാലും കയറണം കേട്ടോ. നമ്മളപ്പോ ലണ്ടനായിട്ട് തൊട്ട് താഴെയാണ് ലണ്ടനായി നമ്മളിവിടെ നിൽക്കുന്നു. നമ്മൾ ലണ്ടനായി കയറി. ഇത് ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നല്ല രസമുണ്ട്. അതുപോലെ തന്നെ നമ്മളത് ബിഗ് ബെൻ ആണ് കേട്ടോ. എല്ലാം കൂടി ഒത്ത നടുക്കാണ് നമ്മൾ നിൽക്കുന്നത്. ഈ ലണ്ടനിലുള്ളവർ എന്തായാലും ഈ ലണ്ടനായി കയറാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെയാണ് റിവർ ക്രൂസ് നന്നായിരുന്നു. ഇപ്പൊ നല്ല മഴ പെയ്യുന്നുണ്ട്. നമ്മളാണെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു സ്പോട്ട് നോക്കി നടക്കാനാണ്. ഇനി എന്തെങ്കിലും ഫോട്ടോ എടുക്കാൻ പറ്റിയ കുറച്ച് സ്പോട്ട് നോക്കണം. കാരണം ലണ്ടനായിട്ട് ഫോട്ടോസ് എടുക്കാൻ പറ്റിയത്. അതുപോലെ തന്നെ ടവർ ബ്രിഡ്ജിൽ നമുക്ക് പോകണം എന്നുണ്ട്. സോ എനിക്ക് അറിയത്തില്ല എങ്ങനെയായിരിക്കും എന്ന്. എന്തായാലും നമുക്ക് നോക്കാം. നമ്മളപ്പതേ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഡേ ഇൻ ലണ്ടൻ എന്ന് പറയാം. കാരണം നമ്മൾ നാളെ എന്തായാലും പുറത്തേക്കൊന്നും വരത്തില്ല. കാരണം നമ്മൾ നാളെ ചെക്ക് ഔട്ടിനാണ് കേട്ടോ. നമുക്ക് നാളെ 2 മണിക്കാണ് ബസ്. സോ നാളെ നമ്മൾ എന്തായാലും എങ്ങോട്ടും വരത്തില്ല. സോ ദിസ് ഇസ് ദ ലാസ്റ്റ് ഡേ ഇൻ ലണ്ടൻ. മറ്റേ ഫോണിൽ ചാർജ് ചെയ്യുന്നതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിറ്റി വ്യത്യാസം തോന്നുകയാണെങ്കിൽ നമ്മുടെ മറ്റേ ഫോണിൽ ചാർജ് ചെയ്യുന്നു. അപ്പോൾ ഈ ഫോണിൽ മാത്രമാണ് ഇപ്പോൾ ചാർജ് ഉള്ളത്. അതുകൊണ്ടാണ് കേട്ടോ ഈ ഫോണിൽ ഷൂട്ട് ചെയ്യണത്. ക്ലാരിറ്റി കുറച്ച് കുറവാണ് ഈ ഫോണിൽ. എന്നാലും സാരമില്ല. പക്ഷെ നമുക്ക് എന്തായാലും ഷൂട്ട് ചെയ്തില്ല വെച്ചത്.
ഗൈസ് അപ്പൊ നമ്മൾ നോക്കിയൊക്കെ എവിടെയാണ് ലണ്ടൻ ആയിട്ട് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ ഈ ഒരു ഫുൾ വ്യൂ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ വന്ന് നിന്നത് കേട്ടോ. നല്ല ഭംഗിയുണ്ട്, സൺസെറ്റ് ഒക്കെ ആയി ഏകദേശം. ഫോട്ടോസൊന്നും അധികം ക്ലാരിറ്റി ഇല്ലെങ്കിലും വീഡിയോസ് ക്ലാരിറ്റി ഇല്ലെങ്കിലും പക്ഷെ എനിക്കൊരു പ്രശ്നമില്ല. പക്ഷെ ഇത് ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിച്ച ഒരു സ്പോട്ടാണ് കേട്ടോ. സോ അവിടെ നിന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത്. ഐ എം വെരി എക്സൈറ്റഡ്. നോക്കിയൊക്കെ നിങ്ങൾ എങ്ങനെയുണ്ടെന്ന് വ്യൂ കാണാൻ. ഗൈസ് അങ്ങനെ നമ്മുടെ ഫൈനൽ സ്പോട്ടായിട്ടുള്ള ടവർ ബ്രിഡ്ജ് എത്തിയേക്കാണ് കേട്ടോ. ഇത് ഞങ്ങൾ ആദ്യത്തെ ദിവസം കണ്ടായിരുന്നു. കാരണം ഞങ്ങൾ ഊബറിൽ കയറിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ഊബറിൽ കയറിയപ്പോഴത്തേനും ടവർ ബ്രിഡ്ജിൽ കൂടിയാണ് ആൾ ഓടിച്ചത് കേട്ടോ. അങ്ങനെ നമുക്കറിയാം ടവർ ബ്രിഡ്ജിൽ ഞങ്ങൾ കണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് നമുക്കൊരു അവസരം കിട്ടിയത് നമ്മളിതൊന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ലെറ്റ്സ് ഗോ ടു ടവർ ബ്രിഡ്ജ്. നമ്മൾ അങ്ങനെ ടവർ ബ്രിഡ്ജിന്റെ മേളിലാണ് നിൽക്കുന്നത്. ഐ വിൽ ഷോ യു. കം ഓൺ ഗൈസ്. ഗൈസ് നമ്മളപ്പോ നോക്കിക്കൊണ്ടിരിക്കുന്ന ടവർ ബ്രിഡ്ജിന്റെ വ്യൂ ഇസ് അമേസിങ്. കാരണം നൈറ്റ് ആയതുകൊണ്ട് ലൈറ്റ്സ് ഒക്കെ ഇട്ടപ്പോഴത്തേനും അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ കാണിച്ചതാ കേട്ടോ. മമ്മ ഇപ്പൊ ലണ്ടനിലെ ലാസ്റ്റ് സ്പോട്ടിലാണ് നിൽക്കുന്നത് കേട്ടോ, ടവർ ബ്രിഡ്ജില്. ഇന്ന് നമ്മുടെ ലണ്ടൻ ട്രിപ്പ് കഴിയും. നാളെ നമ്മൾ വീട്ടിലും പോകും. എന്താണ് മമ്മിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്? ഇനിയിപ്പോ 2 ദിവസം കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും നമ്മളുടെ ഇത്രയും ദിവസത്തെ ഓർമ്മകളായിരിക്കും നമുക്ക് എല്ലാ ദിവസവും. ഇനി എല്ലാ ദിവസവും ഇരുന്ന് ഈ ഫോട്ടോ എടുത്ത് നോക്കലായിരിക്കും അടുത്ത പണി. ഫോട്ടോയും വീഡിയോയും നമ്മൾ എപ്പോഴും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഇവിടെ വന്ന അനുഭവങ്ങൾ നമുക്ക് ആ ഫോട്ടോ നോക്കുമ്പോൾ ആ സമയത്തൊരു മൂമെന്റ് ഇത് നമുക്കറിയാൻ പറ്റുമല്ലോ. അതെപ്പോഴും നമ്മൾ ആ ഒരു സന്ദർഭങ്ങൾ നമ്മൾ ഇതിനകത്ത് ആ ഒരു എന്താ പറയണ ആ ഒരു മൊമെന്റ് ആ ഒരു മൊമെന്റ് നമ്മുടെ മനസ്സിലേക്ക് വരും. അപ്പൊ നമ്മളിവിടെ വന്നതും നമ്മുടെ ഇവിടെയുള്ള ഫൺ മൊമെന്റ് അതെല്ലാം നമുക്ക് ആ സമയത്ത് നമ്മൾ ഓർക്കും. ഇഷ്ടപ്പെട്ടാ? വളരെ അധികം ഇഷ്ടപ്പെട്ടു. ലണ്ടൻ സൂപ്പറാണ്. വരാൻ ഉള്ള ആഗ്രഹമുള്ളവരൊക്കെ എത്രയും പെട്ടെന്ന് വരിക. നല്ല സ്ഥലം കാണാനും നമുക്ക് ആസ്വദിക്കാം. ഫുഡുകളാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, നല്ല നല്ല ഫുഡുകളൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ട്രാവല് പക്ഷെ ഭയങ്കര ട്രാഫിക് ബ്ലോക്കാണ്. നമ്മളൊരു സ്ഥലത്ത് പോകാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന് ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂർ മുന്നേ ഇറങ്ങിയാലാണ് നമുക്ക് എല്ലാ സ്പോട്ടും കവർ ചെയ്ത് പോകാൻ പറ്റും. ഇല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ നമുക്കൊന്നും കവർ ചെയ്യാൻ പറ്റില്ല. പിന്നെയും നമ്മുടെ സമയം ഡിലേ ആയിക്കൊണ്ടിരിക്കും. നമ്മൾ ഇത്ര സമയം എന്ന് വെച്ച് നമ്മൾ ഷെഡ്യൂൾ ചെയ്താലും കറക്റ്റ് ടൈമിൽ നമുക്ക് അവിടെ എത്താൻ പറ്റില്ല. അത്ര ബ്ലോക്കാണ് ഇവിടെ. നമ്മുടെ എറണാകുളത്തെ പോലെ തന്നെ ഇവിടെ ബ്ലോക്കാണ്. ഞങ്ങളെപ്പോഴും പറയും കലൂരും ഇടപ്പള്ളി പാലാരിവട്ടം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും ഓരോ ബ്ലോക്കാണ്. അത്ര ബ്ലോക്ക് ഉണ്ട് ഇവിടെ. പിന്നെ എല്ലാവരും നല്ല സപ്പോർട്ടീവ് ഉണ്ട്. ക്യാബ് ഡ്രൈവേഴ്സ് ആണെങ്കിലും എല്ലാം നമുക്ക് പറഞ്ഞു തരും. എല്ലാവരും നല്ല ഇതാണ്. എല്ലാവരും സാധാരണയുള്ള ആളുകളാണ്. അപ്പൊ ഇഷ്ടപ്പെട്ടു? അടിപൊളിയാണോ? അടിപൊളിയാണ്.
അപ്പോൾ ഒരുപാട് നാൾക്ക് ശേഷമാണ് കേട്ടോ ഞാൻ ഇങ്ങനത്തെ ഒരു കണ്ടിന്യൂസ്ലി വീഡിയോസ് എടുക്കുന്നത്. ആദ്യത്തെ ദിവസമൊക്കെ എനിക്ക് ഭയങ്കര എനർജി ആയിരുന്നു. രണ്ടാമത്തെ ദിവസമായപ്പോഴത്തേക്കും എനർജി കുറഞ്ഞ് മൂന്നാമത്തെ ദിവസമായപ്പോൾ ഇന്ന് ഒട്ടും എനർജി ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്നാലും എനിക്ക് ഇതൊക്കെ ഡോക്യുമെന്റ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം നമ്മളിനി ഇവിടെ വരുമോ അങ്ങനെ ഒന്നും നമുക്ക് അറിയത്തില്ല. അപ്പോൾ സോ വന്ന മൊമെന്റ് എൻജോയ് ചെയ്യുക, ആ മൊമെന്റ് അത് ഡോക്യുമെന്റ് ചെയ്യാന്നുള്ളത് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വീഡിയോസ് ഒക്കെ എടുത്തത്. അപ്പം എല്ലാവർക്കും വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ ലണ്ടനിലുള്ളവരാണെങ്കിലും നിങ്ങൾക്ക് ഇവിടെ വരാനൊരു ചാൻസ് കിട്ടുകയാണെങ്കിലും ഉറപ്പായിട്ടും വരെയും ചെയ്യണം. അതുകൊണ്ട് ഐ എം സോ ഹാപ്പി ദാറ്റ് മമ്മീനെയും പപ്പനെ എനിക്ക് കൊണ്ടുവരാൻ പറ്റിയതിലും എല്ലാത്തിലും ഐ എം വെരി ഹാപ്പി. അതുപോലെ തന്നെ ലണ്ടൻ ഞങ്ങൾ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്തു. നമ്മൾ 3 ദിവസം ഉണ്ടായിരുന്നു ഇവിടെ, 4 ദിവസം ഉണ്ട് ആക്ച്വലി. നാളെ നമ്മൾ 2 മണി വരെ ഇവിടെ ഉണ്ട്. 2 മണിക്കാണ് നമുക്ക് ബസ്. പക്ഷെ എന്നാലും നമ്മൾ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. അപ്പം ഇഷ്ടമുള്ളവരൊക്കെ എന്തായാലും വന്ന് വിസിറ്റ് ചെയ്യണം. ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. താങ്ക് യു സോ മച്ച്. സീ യു. നമ്മളപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കുവാണ് കേട്ടോ. പക്ഷെ എനിക്ക് ഉറപ്പാണ് നിങ്ങൾക്കൊന്നും കേൾക്കത്തില്ല എന്നുള്ളത്. പക്ഷെ എന്തായാലും ഞാൻ ഈ ക്ലിപ്പ് ഇവിടെ ആഡ് ചെയ്യാം കേട്ടോ.